ആണുങ്ങൾ ആണുങ്ങളായിട്ട് തന്നെ ജീവിക്കുക, പെണ്ണുങ്ങൾ പെണ്ണുങ്ങളായിട്ട് തന്നെ ജീവിക്കുക. പെണ്ണ് പണം. ഈ പെണ്ണും പണത്തിനും ഒരു പ്രത്യേക തരം ഒരു മാനിപ്പുലേഷൻ പവർ ഉണ്ട്. അതായത് ഇവർ ഇങ്ങനെയാന്ന് പഠിച്ചിരിക്കണം, ഇവർക്ക് വായ തോന്നിയത് കോതയ്ക്ക് പാട്ടാന്നുള്ളതും പഠിച്ചിരിക്കണം. ഓക്കെ, ആൺകുട്ടികൾ അന്ന് മറക്കാതിരിക്കും. മെൻ വിൽ ലീവ് ഹിസ് ഹാപ്പിനെസ് ഫോർ ലൈഫ്. ഓക്കെ, അപ്പുറം സൈഡ് എടുത്ത് നോക്കുമ്പോൾ ഇപ്പൊ നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടായിട്ടൊരു ഭാഗമാണ് അതും ഒരു പെൺകുട്ടി കാരണം ഉണ്ടായ ഒരു ഇതാണ്. ലൈക്ക് ഞങ്ങൾ പുറത്ത് ആണുങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന മെയിൻ ഇഷ്യൂ. My husband is always supporting me. Think it's a real champion is my husband. एक रुपया भी नहीं कमाया, लड़की का कमाए खा के इतना कमा के सब कुछ दिया, सब मेरा इसको മേരി കോം റീസെന്റ് ഇപ്പൊ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു കോൺട്രവേഴ്സിയാണ്. ആളുടെ ഒരു ഓഡിയൻസിനായിട്ടുള്ള സംവാദത്തിൽ ആളുടെ ഹസ്ബൻഡിനായിട്ട് ആൾ പറയുന്ന ഡിവോഴ്സിനായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന കുറച്ച് കാര്യം ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് മറുപടികൾ, ഒരുപാട് സംശയങ്ങൾ തരുന്നൊരു കോൺട്രവേഴ്സിയാണ് മേരി കോം അന്ന് പറഞ്ഞത്. ആക്ച്വലി ആ ഒരു സമയത്ത് ഈസ് എ റിയൽ ചാമ്പ്യൻ എന്ന് പറഞ്ഞത് ലൈക്ക് ഒരു പട്ടിയുടെ വില കൊടുക്കാത്ത രീതിക്ക് വരെ ഷീ ഹാസ് മാർക്ക്ഡ് ഹിം ആക്ച്വലി. ഓക്കെ, ഇതിൽ നിന്ന് കിട്ടുന്ന പാഠം എന്താന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്താണ് ഇതിൽ നിന്ന് ഒരു പാഠം എന്താ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇതൊരു കാണാത്ത ഒരു ശൈലിയാണ് അത് കാണുന്നത്. അപ്പുറം സൈഡ് എടുത്ത് നോക്കുമ്പോൾ ഇപ്പൊ നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുള്ള ഒരു ഭാഗമാണ് ദീപക് എന്ന് പറയുന്ന ആള് മരണപ്പെട്ടതിന്റെ അതും ഒരു പെൺകുട്ടി കാരണം ഉണ്ടായ ഒരു ഇതാണ്. ലൈക്ക് എന്തോ ഫെയിമും കാര്യങ്ങൾക്കൊക്കെ എന്തിനോ വേണ്ടിയിട്ട് കണ്ടന്റ് ആന്ന് പറയുന്നു. ഓക്കെ, അതിനെ സീക്ക് ചെയ്യുന്ന ഒരു പെണ്ണ് തോന്നിവാസം പറഞ്ഞുകൊണ്ട് ലിറ്ററലി ഒരു മനുഷ്യന്റെ ജീവൻ അങ്ങോട്ട് എടുത്തു. ഓക്കെ, ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുണ്ട്, പരസ്യമായ രഹസ്യം എന്ന് പറയാം. ഓക്കെ, പരസ്യമായ രഹസ്യം തന്നെ. അതായത് ഒരു ആണിന്റെ ജീവിതം തന്നെ ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളുള്ളത് എന്താണെന്നറിയില്ലേ? പെണ്ണ്, പണം. ഈ പെണ്ണും പണത്തിനും ഒരു പ്രത്യേക തരം ഒരു മാനിപ്പുലേഷൻ പവർ ഉണ്ട്. അതായത് അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് വേറൊരു രീതിക്ക് കാര്യങ്ങൾ മാറ്റി മറിക്കാനുള്ള ഒരു പ്രത്യേക തരം കഴിവുണ്ട്. ഓക്കെ, പെണ്ണിനെ നമ്മൾ പാമ്പർ ചെയ്ത് കൊഞ്ചിച്ച് നമ്മളെല്ലാവരും ഒരു വിധത്തിൽ പറഞ്ഞാൽ പൂക്കീസാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ പൂക്കിയാവാം, എന്റെ ഉപ്പ പൂക്കിയാവാം, എന്തിനു പറഞ്ഞാൽ നമ്മളെ പിണറായി വിജയൻ സാറ് വരെ പൂക്കിയാവാം. കാരണം കൊച്ചുമക്കളെ വരെ അവർ കൊഞ്ചിച്ചിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികളെ ആ രീതിക്ക് വേണം അൾട്ടിമേറ്റ്ലി അവരെ ഏതെങ്കിലും ഒരു വാക്കുകൾ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കാം. കാരണം ഇവര് കോപത്തിലായിരിക്കുമ്പോൾ ഇവരെന്താ പറയാന്ന് ഇവർക്ക് തന്നെ ധാരണ ഉണ്ടാവില്ല. അത് നമ്മുടെ വീട്ടിൽ അങ്ങനെയാണ്. ഓക്കെ, ബട്ട് ഇപ്പത്തെ സൊസൈറ്റി, ഇപ്പത്തെ എല്ലാവരും ഈ പെൺകുട്ടികളുടെ വാക്കുകൾക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കാരണം സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷൻ തന്നെ മൊത്തത്തിൽ മാറ്റി മറിച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ ആർക്ക് വേണ്ടെന്ന് വെച്ചാൽ മനസ്സിലായല്ലോ, പെൺകുട്ടികൾ എന്താന്ന് പെൺകുട്ടികൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ആൺകുട്ടികൾ അന്ന് മറക്കാതിരിക്കുക. ഓക്കെ, ഇത്രേ പറയുള്ളൂ. ഈ പെണ്ണ് പണം ഇത് ബാലൻസ് ചെയ്യുന്നതിലാണ് സത്യത്തില് ഒരു ആണിന്റെയും ഒരു കുടുംബത്തിന്റെയും ഒരു സൊസൈറ്റിയുടെയും മെയിൻ അടിത്തറ. ഇത് നമ്മൾ ബാലൻസ് ചെയ്യാൻ പഠിച്ചില്ലേ അവിടെ തകരും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല പറയുന്നത്. ആണ് എന്ന് പറഞ്ഞ വ്യക്തി ഇത് ബാലൻസ് ചെയ്യുമ്പോൾ ആണിന്റെ ഒരു പവർ എന്താ വെച്ചാൽ സൈക്കോളജി പരമ്പ എന്താ വെച്ചാല് അവർ അത് ഹോൾഡ് ചെയ്യും. അവരെത്ര പെർഫെക്റ്റ് ആവണമെന്നില്ല, എന്തോ ആയിക്കോട്ടെ, ബട്ട് ഹി വിൽ ഹോൾഡ് വാട്ട് ഈസ് പ്രഷ്യസ് ടു ഹിം. ഒരിക്കലും അത് ലീവ് ആവില്ല. അതിന്റെ ഒരു സൈക്കോളജി എൻഡ് എന്താ വെച്ചാല് മെൻ വിൽ ലീവ് ഹിസ് ഹാപ്പിനെസ് ഫോർ ലൈഫ്. ഓക്കെ, അതായത് അവന്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് അവന് ഹോൾഡ് ചെയ്യുന്ന അവന്റെ ലൈഫിന് വേണ്ടിയിട്ട് അവൻ എന്ത് ഹാപ്പിനെസ്സും സാക്രിഫൈസ് ചെയ്യും. ബട്ട് അതർ ഹാൻഡ് ഇപ്പോ മെന്നിന്റെ ഒരു ആധിപത്യം കുറഞ്ഞു വരുമ്പോൾ വുമൻസിന്റെ ഒരു ആധിപത്യം കയറി വരുമ്പോൾ വുമൻസിന്റെ ഒരു സൈക്കോളജി പ്രകാരം എന്താ ഉണ്ടാവാന്ന് വെച്ചാല് വുമൻസ് വിൽ സാക്രിഫൈസ് ഹെർ ലൈഫ് ഫോർ ഹാപ്പിനെസ്. ഇത് ഹാർഡ് ട്രൂത്ത് ആണ്. ഇത് സൈക്കോളജി എൻഡ് ആണ്. ഓക്കെ, ഇത് ഓൾറെഡി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രൈറ്റീരിയ ആണ്. ഓൾറെഡി നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. ഇതാണ് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന മെയിൻ ഇഷ്യൂ. ഓക്കെ, ഇത് തന്നെയാണ് മേരി കോമിന്റെ നിന്നും ഈ പറയുന്ന പെൺകുട്ടിയുടെ നിന്നും ദീപകിന്റെ ഇഷ്യൂയിൽ നിന്ന് പെൺകുട്ടിയുടെ നിന്നും നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ചാല് ഈ പെൺകുട്ടികൾ ഇവരെ ഹാപ്പിനെസിന് വേണ്ടിയിട്ട് ഇവരുടെ ലൈഫിൽ ഇല്ലാണ്ടിരിക്കുകയാണ്. ഓക്കെ, അത്രയ്ക്ക് പക്വത ഉള്ളൂ. അത്രയ്ക്കാണ് പെണ്ണ്. എപ്പോഴും ഞാൻ പറയുന്നു, പെണ്ണ് എന്താന്ന് ഇപ്പോഴത്തെ ആണുങ്ങൾ ഇനി മുന്നോട്ട് പഠിച്ചിരിക്കണം. ഇവർ ഇങ്ങനെയാന്ന് പഠിച്ചിരിക്കണം. ഇവർക്ക് വായ തോന്നിയത് കോതയ്ക്ക് പാട്ടാന്നുള്ളതും പഠിച്ചിരിക്കണം. ഇവര് ദേഷ്യത്തിൽ ഇവര് പറയുന്നതിന് അതിനത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പാടുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ എന്താന്ന് കഥ അറിയാം. കാരണം ഒരു ആണ് വേറെ ഒരു പെണ്ണ് വേറെ ഒരു നിയമമുണ്ട്. ഈ ലോകം മുന്നോട്ട് പോകുന്നതിൽ ഒരു നിയമമുണ്ട്. അതിന് ആണിൻ്റെതായ പദവിയുണ്ട്, പെണ്ണിൻ്റെതായ പദവിയുണ്ട്. ഈക്വാലിറ്റി പറയുന്നിടത്തും ഫെമിനിസം പറയുന്നിടത്തും മെയിൽ ഷോവിനിസം പറയുന്നിടത്തും ഇത് രണ്ടും ബാലൻസ് ചെയ്ത് പോകുന്നതിന് മാത്രമാണ് മുന്നോട്ട് വളരെ ഭംഗിയിൽ പോയ ചരിത്രമുള്ളൂ. അതിന് ഒരുപാട് സാക്രിഫൈസസ്
കോംപ്രമൈസസ് ഉണ്ട്, ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവും. ഓക്കെ, ബട്ട് ഇപ്പത്തെ നാട് അനുഭവിക്കുന്ന ഒരു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അത് ഞങ്ങളുടെ പുറത്തെ ആണുങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, അത് ഇപ്പത്തെ പെൺകുട്ടികൾക്ക് ഈ പറയുന്ന ഭയങ്കരമായിട്ട് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ ടൈം ആണുങ്ങളായിട്ട് നിന്നാൽ മാത്രമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആരാന്റെ നെഞ്ചത്തേക്ക് കയറി പോവാനോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ പെണ്ണുങ്ങളും ഒരേപോലെ ആണെന്നോ ഒന്നുമല്ല. ആദ്യം പെണ്ണെന്താന്ന് ആണ് മനസ്സിലാക്കുക, ആണെന്താന്ന് പെണ്ണ് മനസ്സിലാക്കുക. ആണുങ്ങളായിട്ട് തന്നെ ജീവിക്കുക, പെണ്ണുങ്ങളായിട്ട് തന്നെ ജീവിക്കുക. ഓക്കെ, ഇത് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിക്കുന്നു. லாஸ்ட் பட் நாட் லீஸ்ட், அதிகமா ஆசைப்படுற ஆம்பளையும் அதிகமா கோபப்படுற பொம்பளையும் நல்லா வாழ்ந்ததா சரித்திரமே கிடையாது.